കുളിച്ചു കഴിഞ്ഞാൽ നടു ആദ്യം തുടച്ചില്ലെങ്കിൽ നടുവേദന വരുമോ? നാം പലപ്പോഴും തലമുറകളായി കേട്ടുവരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ ചിലത് വിശ്വസിക്കാവുന്നവയാണ്, ചിലത് വിശ്വസിക്കുവാൻ പറ്റാത്തവയുമുണ്ട്. ചില പരമ്പരാഗത ചിന്താഗതികൾക്ക് അടിസ്ഥാനപരമായ ആരോഗ്യ വിശദീകരണങ്ങളും സയൻസ് നൽകുന്നുമുണ്ട്. ഇതിൽ ചിലത് സത്യമാണെങ്കിലും ചിലത് ദോഷകരവുമാണ്. വെറും വിഡ്ഢിത്തം എന്ന് തന്നെ പറയാം. ഇതിൽ ഒന്നാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം നടു തോർത്തണം എന്നത്. ഒന്നാമതായി നടുവേദന. കുളിച്ചാൽ ആദ്യം നടുവിന്റെ ഭാഗം, അതായത് നമ്മുടെ പുറത്തിന്റെ ഭാഗം തോർത്തണം, അല്ലെങ്കിൽ നടുവേദന വരുമെന്ന് നാം ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് വിശ്വസിച്ച് കുളി കഴിഞ്ഞാൽ ആദ്യം നടുഭാഗം തോർത്തുന്നവരുമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാം. നടുഭാഗം ആദ്യം തുടച്ചില്ലെങ്കിൽ നടുവേദന വരുമെന്നതിൽ വാസ്തവമില്ല. ഈ വെള്ളം തുടച്ചില്ലെങ്കിൽ തന്നെയും പിന്നീട് തനിയെ ആവിയായി പോയിക്കോളും. ഇതല്ലാതെ ഇതിൽ വാസ്തവമില്ലെന്നോർക്കുക. രണ്ടാമതായി കുളിച്ചു കഴിഞ്ഞ്. നടുവേദനയ്ക്ക് നാം കുളിച്ചു കഴിഞ്ഞ് തുടയ്ക്കുന്നതുമായോ ആദ്യം കുളിക്കുന്ന ഭാഗമായോ യാതൊരു ബന്ധവുമില്ലെന്നാണ് വാസ്തവം. നടുവേദനയ്ക്കുള്ള കാരണങ്ങൾ മറ്റു പലതുമാണ്. ഇത് നാം ഇരിക്കുന്നതും നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള പല പോസുകളും പെടുന്നു. നമ്മുടെ പൊസിഷൻ, അതായത് നട്ടെല്ലിന്റെ പൊസിഷൻ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം ശരിയല്ലാത്തതാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നത്. പലപ്പോഴും ശരിയായി ഇരിക്കാത്തത് നടുവിലെ അസ്വസ്ഥത, വഴക്കം കുറയുക, നട്ടെല്ല് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ, ചലനാത്മകത എന്നിവയ്ക്കും കാരണമാകുന്നു. മോശം നിലവാരത്തിലുള്ള മെത്തയിൽ ഉറങ്ങുന്നത് നടുവേദനയ്ക്കൊരു പ്രധാന കാരണമായേക്കാം. ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളാണ് പലപ്പോഴും പലർക്കും നടുവേദന വരാൻ കാരണമായി മാറുന്നതും.